ഗുഡ് മോർണിംഗ് ഓൾ. ഫോർത്ത് മൊഡ്യൂളിലെ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്നൊരു ടോപ്പിക്ക് വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നുകൂടെ പറയാണ്. ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എയിംസ് ടു റെഡ്യൂസ് ദ ഡാമേജ് കോസ്ഡ് ബൈ നാച്ചുറൽ ഹസാർഡ്സ് ലൈക്ക് എർത്ത്ക്വേക്സ്, ഫ്ലഡ്സ്, ഡ്രോട്ട്സ് ആൻഡ് സൈക്ലോൺസ് ത്രൂ ആൻഡ് എത്തിക് പ്രിവെൻഷൻ. ഓക്കെ, അപ്പോൾ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് എങ്ങനെ പറയാമെന്ന് വെച്ചാൽ, ഒരു ഡിസാസ്റ്റർ കാരണം, എന്തെങ്കിലും ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ കാരണം ഉണ്ടാകാൻ പോകുന്ന ഡാമേജസ് അല്ലെങ്കിൽ റിസ്കിനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാമെന്നുള്ള അത് നോക്കുന്ന ഒരു മെത്തേഡിനാണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന് പറയുന്നത്. അത് ഏത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും ആവാം, എർത്ത്ക്വേക്സ് ആവാം, ഫ്ലഡ്സ് ആവാം, ഡ്രോട്ട്സ് ആവാം, സൈക്ലോൺസ് ആവാം, ഏതും ആവാം. അത് കറക്റ്റായിട്ട് ഒരു പ്രോപ്പർ പ്ലാനിങ്ങിലൂടെ അതിൽ നിന്നുണ്ടാവുന്ന ഡാമേജസ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷനിൽ പറയുന്നത്. സോ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എയിംസ് ടു റെഡ്യൂസ് ദ ഡാമേജ് കോസ്ഡ് ബൈ നാച്ചുറൽ ഹസാർഡ്സ് ലൈക്ക് എർത്ത്ക്വേക്സ്, ഫ്ലഡ്സ്, ഡ്രോട്ട്സ് ആൻഡ് സൈക്ലോൺസ് ത്രൂ ആൻഡ് എത്തിക് പ്രിവെൻഷൻ. ഓക്കെ, അടുത്തായിട്ട് വരുന്നൊരു സബ് ടോപ്പിക്കാണ് ഓൺസൈറ്റ് ആൻഡ് ഓഫ് സൈറ്റ് എമർജൻസി പ്ലാൻസ്. അപ്പോൾ ഓൺസൈറ്റായിട്ട് നമ്മൾ ചെയ്യുന്നതും അതേപോലെ തന്നെ ഓഫ് സൈറ്റായിട്ട് നമ്മൾ ചെയ്യുന്നതുമായിട്ടുള്ള എമർജൻസി പ്ലാൻസ് ആണ്. പെട്ടെന്ന് ചെയ്യാവുന്ന എമർജൻസി ആയിട്ട് അല്ലെങ്കിൽ അത്രയും അർജൻറ്റായിട്ട് ചെയ്യേണ്ട പ്ലാൻസുകളാണ്. ആൻഡ് ഓൺസൈറ്റ് എമർജൻസി പ്ലാൻ മസ്റ്റ് ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. അപ്പോൾ ഒരു സൈറ്റിൽ വെച്ചുണ്ടാവുന്ന ഒരു ഹസാർഡിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്ററിനോ നമ്മൾ ചെയ്യേണ്ട എമർജൻസി പ്ലാൻസ് എന്തൊക്കെ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആവണം എന്നുള്ളതാണ് പറയുന്നത്. എമർജൻസി എസ്കേപ്പ് പ്രൊസീജിയേഴ്സ് ആൻഡ് എമർജൻസി എസ്കേപ്പ് റൂട്ട് അസൈൻമെൻറ്റ്സ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലേസ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ അവിടെ ഒരു പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായാൽ അതിൽ നിന്ന് എസ്കേപ്പ് ആവാനുള്ള പ്രൊസീജിയേഴ്സ് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ റൂട്ട് എസ്കേപ്പ് ആവാനുള്ള രക്ഷപ്പെടാനുള്ള റൂട്ടും റെഡിയാക്കി വെക്കണം. പ്രൊസീജിയേഴ്സ് ടു ബി ഫോളോഡ് ബൈ എംപ്ലോയീസ് ഹു റിമൈൻസ് ടു പെർഫോം ക്രിട്ടിക്കൽ പ്ലാൻഡ് ഓപ്പറേഷൻസ് ബിഫോർ ദേ ഇവാക്യുവേറ്റ്. അപ്പോൾ ഓരോരുത്തരും ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഓരോരുത്തരും ചെയ്യണം എന്നുള്ളത് വെൽ പ്ലാൻഡ് ആയിരിക്കണം. അതേപോലെ തന്നെ ക്രിട്ടിക്കൽ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യുന്നവർ അല്ലെങ്കിൽ അത് ആരാണ് ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് ഇവാക്യുവേഷന് മുന്നേ ഒരു പ്ലേസിൽ നിന്ന് ആൾ ഒഴിക്കുന്ന ആ ഒരു പ്രോസസ്സിന് മുന്നേ ആയിട്ട് ഓരോരുത്തർ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. പ്രൊസീജിയേഴ്സ് ടു അക്കൗണ്ട് ഫോർ ഓൾ എംപ്ലോയീസ് ആഫ്റ്റർ എമർജൻസി ഇവാക്യുവേഷൻസ് ഹാസ് ബീൻ കംപ്ലീറ്റഡ്. അതായത് ഓരോ എംപ്ലോയീസിനും ആവശ്യമായിട്ടുള്ള എമർജൻസി പ്ലാൻസ് റെഡിയാക്കണം. അല്ലെങ്കിൽ ഓരോ എംപ്ലോയീസിനെയും കൺസിഡർ ചെയ്തിട്ട് വേണം ആ ഒരു ഇവാക്യുവേഷൻ്റെ സമയത്തും അല്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഓരോ എംപ്ലോയീസിനും ആവശ്യമായിട്ടുള്ള പ്ലാൻസ് റെഡിയാക്കണം. അസൈനിങ് റെസ്ക്യൂ ആൻഡ് മെഡിക്കൽ ഡ്യൂട്ടീസ് ഫോർ ദീസ് എംപ്ലോയീസ് ഹു ഹാവ് ടു പെർഫോം ദം. അപ്പോൾ ഈ റെസ്ക്യൂ ആൻഡ് മെഡിക്കൽ ഡ്യൂട്ടീസ് ആരൊക്കെ പെർഫോം ചെയ്യണം എന്നുള്ളത് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യണം. എന്നിട്ട് അവർക്ക് ആ ഡ്യൂട്ടി അസൈൻ ചെയ്ത് കൊടുക്കണം. ദ പ്രൊസീജിയേഴ്സ് ഫോർ റിപ്പോർട്ടിംഗ് ഫയർ ആൻഡ് അതർ എമർജൻസീസ്. ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ഫയർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ അതേപോലത്തെ മറ്റ് എമർജൻസീസും ആരുടെയൊക്കെ അങ്ങനെ ചുമതലകൾ ഓരോരുത്തർക്കായിട്ട് കൊടുക്കുക. എന്നാൽ ഒരു പരിധി വരെ ആ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഓരോരുത്തർക്കും റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. Name and regular job titles of person or department to be contacted for further information or explanation of duties under the plan. അപ്പോൾ കറക്റ്റ് ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്തിട്ട് ഓരോരുത്തർക്കും എന്താണ് ഡ്യൂട്ടി അല്ലെങ്കിൽ അപ്പോൾ ആഫ്റ്റർ ഒരു ഡിസാസ്റ്റർ സംഭവിച്ച ശേഷം ആഫ്റ്റർ ദ ഡിസാസ്റ്റർ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ കോണ്ടാക്റ്റ് ചെയ്താൽ ആ ഇൻഫർമേഷൻ കിട്ടാൻ തക്ക രീതിയിൽ പ്ലാൻ ചെയ്തിരിക്കണം. അല്ലെങ്കിൽ ആരോട് ചോദിച്ചാലും എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊരവസ്ഥ വരാതെ ഓരോരുത്തർക്കും കറക്റ്റായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് ഡിസാസ്റ്റർ കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്, അതിൻ്റെ റീസൺസൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടൊരു ഐഡിയ കിട്ടും. കാരണം ഓരോരുത്തരുടെ അടുത്തു നിന്നും പ്രോപ്പർ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് ഒരു ഐഡിയ കിട്ടും. അടുത്ത ഒന്നാണ് യൂസ് ഓഫ് ട്രംപ് കാർഡ്സ്. ട്രംപ് കാർഡ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ്സ് ആണ്. ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ്സ് മസ്റ്റ് ബി ക്യാരിഡ് ഇൻ ദ ക്യാബ് ഓഫ് എനി വെഹിക്കിൾ ക്യാരിയിങ് ഡേഞ്ചറസ് ഗുഡ്സ് ഇൻ ക്വാണ്ടിറ്റീസ് എക്സീഡിങ് ദ എക്സംപ്റ്റ് ക്വാളിറ്റീസ്. അപ്പോൾ ട്രംപ് കാർഡ്സ് എന്ന് പറയുന്നത് ഏതൊരു വെഹിക്കിളിനും അല്ലെങ്കിൽ ഡേഞ്ചറസ് ഗുഡ്സ് ക്യാരി ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ച് ഡേഞ്ചറുള്ള എന്തെങ്കിലും ഒരു ഐറ്റംസ് ക്യാരി ചെയ്യുന്ന ഏതൊരു വെഹിക്കിളിലും
ക്യാരി ചെയ്യുന്ന ഒന്നാണ് ട്രംപ് കാർഡ്സ് എന്ന് പറയുന്നത്. ട്രംപ് കാർഡ്സ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ്സ് എന്ന് പറയുന്നത്. ക്വാളിറ്റീസ് എക്സീഡിങ് ദ എക്സം ക്വാണ്ടിറ്റീസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ക്വാണ്ടിറ്റീസ് ഒരു കൂടുതലും ആയിരിക്കും. അതേപോലെ തന്നെ അത് അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള ഐറ്റംസും ആണെന്നുണ്ടെങ്കിൽ ആ വെഹിക്കിളിലെങ്കിൽ ആ വെഹിക്കിൾ ക്യാരി ചെയ്യുന്ന കാർഡ്സാണ് ഈ ട്രംപ് കാർഡ്സ് എന്ന് പറയുന്നത്. ദ പർപ്പസ് ഈസ് ടു ഇൻസ്ട്രക്ട് ദ ഡ്രൈവർ ഇൻ ദ ഇവൻറ്റ് ഓഫ് ആൻ ഇൻസിഡൻറ്റ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ ആ ഒരു ഡ്രൈവർക്ക് ആവശ്യമുള്ള പ്രോപ്പർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രംപ് കാർഡ്സ് ആ വെഹിക്കിളിൽ ഫിറ്റ് ചെയ്ത് വയ്ക്കുന്നത്. They may also assist emergency response workers as they carry information which is specific to the particular goods being carried. അതേപോലെ തന്നെ എമർജൻസി റെസ്പോൺസ് വർക്കേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനും ഈ ട്രംപ് കാർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദേ മേ ഓൾസോ അസിസ്റ്റ് എമർജൻസി റെസ്പോൺസ് വർക്കേഴ്സ്. കാരണം അവരും എന്ത് ക്യാരി ചെയ്യുന്നുണ്ട്, ഈ പെർട്ടിക്കുലർ ഗുഡ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യാനും ഈ ട്രംപ് കാർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. There must be a card for each dangerous goods item in the load. അപ്പോൾ ഓരോ ഐറ്റത്തിനും ഓരോ ട്രംപ് കാർഡ് വേണം എന്നുള്ളതാണ് പറയുന്നത്. ട്രംപ് കാർഡ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് എമർജൻസി കാർഡ്സ് വേണമെന്നാണ് പറയുന്നത്. റെഗുലേറ്ററി ഫ്രെയിം വർക്ക് ആൻഡ് കോഡ് ഓഫ് പ്രാക്ടീസ്. അപ്പോൾ റെഗുലേറ്ററി ഫ്രെയിം വർക്ക് ആൻഡ് കോഡ് ഓഫ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസാസ്റ്റർ പ്ലാനിങ്ങിൽ വരുന്ന കുറച്ച് ആക്ട്സ് അല്ലെങ്കിൽ ലോസ് ആണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ദ പെട്രോളിയം ആക്ട് ഓഫ് 1934. An act to consolidate and amend the law relating to the import, transport, storage, production, refining, blending or reclaiming by recycling of petroleum and other inflammable substances. അപ്പോൾ പെട്രോളിയവും അതേപോലെ തന്നെ മറ്റ് ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ തീ പിടിക്കാൻ ചാൻസ് ഉള്ള സബ്സ്റ്റൻസസ് റീസൈക്കിൾ ചെയ്യുന്നത് അമെൻഡ് ചെയ്തിട്ട് ഉള്ളൊരു ലോയാണ് an act to consolidate and amend the law relating to import, transport, storage. ഇതിനെല്ലാം പെട്രോളിയം അങ്ങനത്തെ വസ്തുക്കളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും സ്റ്റോറേജ് നടത്താനും പ്രൊഡക്ഷനും റിഫൈനിങ്ങിനും ബ്ലെൻഡിങ്ങിനും റീക്ലെയിമിങ്ങിനും എല്ലാറ്റിനും അത് എന്ത് പ്രോപ്പറായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ആക്റ്റാണ് 1934 ദ പെട്രോളിയം ആക്ട് എന്ന് പറയുന്നത്. അടുത്ത ഒന്നാണ് ദ ഫാക്ടറീസ് ആക്ട് 1948. ആൻ ആക്ട് ടു കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ദ ലോ റെഗുലേറ്റിംഗ് ലേബർ ഇൻ ഫാക്ടറീസ്. അപ്പോൾ ലേബേഴ്സിനെ ഫാക്ടറീസിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനും അവരുടെ വർക്കേഴ്സിനെയൊക്കെ കുറിച്ച് പ്രോപ്പർ പ്ലാൻസ് കൊണ്ടുവരുന്ന ഒരു ആക്റ്റാണ് 1948 ദ ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദ ഫാക്ടറീസ് ആക്ട് 1948 എന്ന് പറയുന്നത് ലേബർ വർക്കേഴ്സിൻ്റെ അവരുടെ വർക്ക് റെഗുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ അത് ഓവർലോഡ് ആവാതെ നോക്കാനൊക്കെ ഉള്ളൊരു ലോയാണ് ദ ഫാക്ടറീസ് ആക്ട് 1948 എന്ന് പറയുന്നത്. ആൻ ആക്ട് ടു കൺസോളിഡേറ്റ് ആൻഡ് അമെൻഡ് ദ ലോ റെഗുലേറ്റിംഗ് ലേബർ ഇൻ ഫാക്ടറീസ്. അപ്പോൾ ഓവർലോഡൊന്നും വരാതെ അവരുടെ വർക്ക് റെഗുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വർക്കേഴ്സിന് വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് ഫാക്ടറീസ് ആക്ട് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് വരുന്നത് ദ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ്. എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആക്ട് ഓഫ് പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ 1986 പാസ്സാക്കിയ ആക്റ്റാണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. In the wake of the Bhopal tragedy, the Government of India enacted the Environment Protection Act of 1986 under Article 253 of the Constitution. അപ്പോൾ ഈ ഒരു ആക്ട് പാസ്സാക്കാനുണ്ടായ കാരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ലോ കൊണ്ടുവരാനുള്ള കാരണം എന്ന് പറയുന്നത് ആ ഒരു ഭോപ്പാൽ ട്രാജഡിയാണ്. ഭോപ്പാൽ ട്രാജഡിക്ക് ശേഷമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ ആക്ട് അണ്ടർ ആർട്ടിക്കിൾ 253 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്നത്. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന പ്രകാരം ആർട്ടിക്കിൾ 253 ഈ ആക്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു ആക്ട് കൊണ്ടുവരാനിടയായ സാഹചര്യം എന്ന് പറയുന്നത് ഭോപ്പാൽ ട്രാജഡിയാണ്. Passed in March 1986, it came into force on 19 November 1986. അപ്പോൾ പാസ്സായത് 1986 മാർച്ചിലാണ്. അത് പ്രാബല്യത്തിൽ വന്നത് അല്ലെങ്കിൽ കം ടു ഫോഴ്സ് എന്ന് പറയുന്നത് 1986 നവംബർ 19 മാർച്ചിൽ പാസ്സായിട്ട് ആ ഒരു നിയമം നിലവിൽ വന്നത് 1986 നവംബർ 19. The purpose of the act is to implement the decisions of the United Nations Conference on the Human Environments
They relate to the protection and improvement of the human environment and the prevention of hazards to human beings, other living creatures, plants and property. അപ്പോൾ നമുക്കറിയാം ഭോപ്പാൽ ദുരന്തം എന്ന് പറയുന്നത് അവരതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ ഇൻസിഡൻസ് ഇനി ഉണ്ടാവാതെ നോക്കാനും അതേപോലെ തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹ്യൂമൻ ബീങ്സിനായാലും ലിവിങ് ക്രിയേച്ചേഴ്സിനായാലും ബാക്കി അതർ ലിവിങ് ക്രിയേച്ചേഴ്സിനായാലും പ്ലാന്റ്സിനായാലും പ്രോപ്പർട്ടീസിനായാലും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിട്ടുള്ള ഒരു ആക്റ്റാണ് ഫ്രം ഹസാർഡ്സ്. അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഹസാർഡ്സ് എന്നും ഹ്യൂമൻ ബീങ്സിനും മറ്റു നാച്ചുറൽ ലിവിങ് ബീങ്സിനും പ്ലാന്റ്സിനും പ്രോപ്പർട്ടീസിനും ഒക്കെ ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് വന്ന ഒരു ആക്റ്റാണ് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറയുന്നത്. അപ്പോൾ അത് പാസ്സാക്കിയത് മാർച്ച് 1986 കം ടു ഫോഴ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് 1986 നവംബർ 19 അത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ്സ് അവരുടെ ഒരു ഡിസിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കൂടെ വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്റ്റാണ്. അതായത് ഹ്യൂമൻ ബീങ്സിനും ബാക്കി നാച്ചുറലുമായിട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റുമായിട്ട് കണക്ട് ചെയ്ത് എല്ലാറ്റിനും ഒരു കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുക, ഇത്തരത്തിലുള്ള ഹസാർഡ്സ് ഉണ്ടാകുന്നതിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ള ഒരു ഇൻറ്റൻഷനോട് കൂടി കൊണ്ടുവന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ആക്ട്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ, ദ പെട്രോളിയം ആക്ട് ഓഫ് 1934, then the Factories Act of 1948, Environmental Protection Act of 1986. ഇത്രയാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഫസ്റ്റ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്താണെന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഓൺസൈറ്റ് ആൻഡ് ഓഫ് സൈറ്റ് എമർജൻസി പ്ലാൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ യൂസ് ഓഫ് ട്രംപ് കാർഡ്സ് എന്താണെന്ന് നോക്കി. ലാസ്റ്റ് ഈ ഹസാർഡ്സുമായിട്ട് കണക്ട് ചെയ്ത് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സുമായി കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ പാർലമെൻറ്റ് ഓഫ് ഇന്ത്യ കൊണ്ടുവന്ന കുറച്ച് 3 ആക്ട്സിനെ കുറിച്ചും പഠിച്ചു.